പുഴയ്ക്കൽ ശോഭ സിറ്റിക്ക് സമീപം പാലം നിർമ്മാണത്തിനായി കോൾച്ചാലിന് കുറുകെ ബണ്ട് കെട്ടിയത് മൂലം കുറ്റൂർ മേഖലയിലെ 6 പാടശേഖരങ്ങളിലെ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി. 500ഓളം ഏക്കറിലെ നെൽകൃഷിയാണ് നശിക്കുന്നത്. പഴഞ്ചിറ, കല്ലായി, തടം, തിരുത്തിനുമേൽച്ചിറ, കൊളത്താഴം, അയ്യന്തോൾ എന്നീ പാടശേഖരങ്ങളിലെ 40ഓളം ദിവസം പ്രായമായ ഞാറാണ് വെള്ളത്തിൽ മുങ്ങി നശിക്കുന്നത്. ഇതുമൂലം പ്രദേശത്തെ 100 കണക്കിന് കർഷകർ പ്രതിസന്ധിയിലായി. ഒരേക്കറിന് 20,000 രൂപയോളം ചെലവഴിച്ചാണ് കർഷകർ കൃഷി ഇറക്കിയിരിക്കുന്നത്. വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന നെൽച്ചെടികൾ എല്ലാം ചീഞ്ഞു പോകുന്ന സ്ഥിതിയിലാണ്. തൃശൂർ കുന്നംകുളം റോഡിൽ പുഴയ്ക്കൽ ശോഭ സിറ്റിക്ക് സമീപമുള്ള പാലത്തിന്റെ നിർമ്മാണ സൗകര്യത്തിനായി കീഴ്ഭാഗത്തെ തോടിനു കുറുകെ താൽക്കാലിക ബണ്ട് നിർമ്മിച്ച് ഒഴുക്ക് തടഞ്ഞതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. പീച്ചി മുതൽ കുണ്ടുകാട് വരുന്ന കോൾച്ചാലാണ് ഈ കാണുന്നത്. ഈ ചാൽ കൂടി വരുന്ന വെള്ളത്തിനെ വിടുന്നതാണ് നമ്മുടെ പുഴയ്ക്കൽ വലിയ കോളിലേക്കാണ് ഈ വെള്ളം പോകുന്നത്. ഈ വെള്ളത്തിനെ പുഴയ്ക്കൽ പാടത്തിൻ്റെ അവിടെ പാലത്തിൽ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ബാക്ക് സൈഡിൽ ഒരു 500 ഏക്കറോളം നെൽകൃഷിയുണ്ട്. ഇതൊന്നും കൃഷി ഓഫീസർമാരോ മറ്റുള്ളവരോ ആരും ശ്രദ്ധിക്കാതെ അവിടെ പാലത്തിന് വെള്ളത്തിനെ തടസ്സം ചെയ്തുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കൃഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തരത്തിലും ലാഭമില്ലാത്തൊരു കാലഘട്ടത്തിൽ അത്രയും പാടുപെട്ടുകൊണ്ട് കൃഷി പണിതുണ്ടാക്കുമ്പോൾ ആ കൃഷി നശിച്ചു പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതിലേക്ക് കൃഷിയിലേക്ക് ആരും വരാത്ത ഈ കാലഘട്ടത്തിലേക്ക് ഈ സംഭവങ്ങൾ ഉദ്യോഗസ്ഥന്മാർ നോക്കാതെ ഉദ്യോഗസ്ഥന്മാർ അനാസ്ഥയായിട്ട് തന്നെ നമുക്ക് ഇതിനെ ചിത്രീകരിക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഈ കൃഷി വകുപ്പോ അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട ഇറിഗേഷൻ വകുപ്പോ KLDCയോ അതേപോലെ റോഡിൻ്റെ ഒരാളും കൃഷിക്കാരുടെ ഇതിൽ ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെയാണ് ഇത്തരം പരിപാടികൾ ചെയ്തിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് 4 ഭാഗത്തു നിന്നും പാടശേഖരത്തിലേക്ക് ഒഴുകിയെത്തിയ വെള്ളമാണ് കൃഷി വെള്ളത്തിൽ മുക്കിയത്. ഇതിനിടെ പീച്ചി ഡാം തുറന്നതിനെ തുടർന്ന് കുണ്ടുകാട് തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ശനിയാഴ്ചയോടെ സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കുമെന്നാണ് ആശങ്ക. 6 പാടശേഖര സമിതിയിലെ സെക്രട്ടറിമാരും പ്രതിനിധികളും ഇന്ന് ഞങ്ങൾ കളക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഈ കളക്ടറെ കാണാൻ പോയപ്പോൾ കളക്ടറെ കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സബ് കളക്ടറുടെ അടുത്ത് നമ്മുടെ നിവേദനം നൽകിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താഴെ തട്ടിലേക്ക് അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചു കൊടുക്കലല്ല, ഞങ്ങൾക്കിതിൽ എത്രയും പെട്ടെന്ന് സഡനായിട്ടുള്ള ആക്ഷൻ വേണം. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഫയൽ നീക്കമല്ല ആവശ്യം, ഞങ്ങളുടെ അവിടെ തടഞ്ഞിട്ടുള്ള മണ്ണ് നീക്കമാണ് ഞങ്ങൾക്ക് ആവശ്യം. ആ മണ്ണ് നീക്കം ചെയ്ത് തരിക, ഞങ്ങളുടെ കൃഷീനെ രക്ഷിക്കുക. അതായത് ഒരാഴ്ചയായിട്ട് നട്ടിട്ടുള്ള കൃഷി തൈകൾ ഇപ്പോൾ ഏകദേശം 1.5 ആഴ്ചയായിട്ട് അത് വെള്ളത്തിൻ്റെ അടിയിലാണ്. ഇനി ഈ വെള്ളം ഇവർ ഫയൽ നീക്കിയിട്ട് ഈ കെട്ട് മാറ്റി വരുമ്പോൾ അപ്പോഴേക്കും ഇതൊക്കെ തീരുമാനമായിട്ടുണ്ടാവും, അതൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അധികാരികൾ ശ്രദ്ധിക്കാനുള്ള എന്താണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൃഷിച്ചെടികളെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അത് നിങ്ങൾ ചെയ്തു തരണം. കൃഷി നശിക്കാതിരിക്കാനുള്ള പരിഹാരം തേടി 6 പാടശേഖരങ്ങളിലെയും ഭാരവാഹികൾ സംയുക്തമായി പരാതിയുമായി ജില്ലാ ഭരണകൂടത്തെയും കൃഷി വകുപ്പിനെയും സമീപിച്ചെങ്കിലും പരിഹാര നടപടിയായിട്ടില്ല. പ്രശ്നപരിഹാരത്തിന് ജില്ലാ ഭരണകൂടത്തിന്റെ അടിയന്തര ഇടപെടൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ് 100 കണക്കിന് കർഷകർ. കുറ്റൂർ MLA റോഡിന് ഇരുവശത്തുമുള്ള പാടശേഖരങ്ങളിലെ 500ഓളം ഏക്കർ നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങി നശിക്കുന്നത്. എത്രയും വേഗം ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കുറ്റൂർ MLA റോഡ് പാടശേഖരത്തിൽ നിന്നും ക്യാമറാമാൻ റോയ്ക്കൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്.